പിന്നെ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഈ ഗവൺമെന്റിന്റെ നിലപാട് അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും ലാസ്റ്റ് മിനിറ്റ് അതാണിന്ന് എം മണിയുടെയൊക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത്. AKG സെന്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ എം മണിയുടെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നുമല്ല, ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നുകൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം, അത് റാങ്ക് ആൻഡ് ഫയലിൽ കംപ്ലീറ്റ് ഉണ്ടാവുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ആൾ തൊട്ട് താഴെ തട്ട് വരെ അങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങുകയാണ്. ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളെന്നവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. വാങ്ങി സാപ്പാട് അടിക്കാൻ കൊടുത്താൽ അപ്പം തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം. അപ്പോൾ ആ ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ, ഇവിടുത്തെ അഴിമതിയുടെ, സാമ്പത്തിക രംഗത്തെ, തീരദേശ പ്രശ്നങ്ങളെ, മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ, വികസന പ്രശ്നങ്ങൾ, തെരുവനായുടെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ് അൾട്ടിമേറ്റ്ലി. BJP വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റോളിലേക്ക് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലേക്ക്, കോഴിക്കോട് കോർപ്പറേഷൻ അവർ 7 ഉണ്ടായിരുന്നതിനും ഇരട്ടിയിലോ എടുത്തോളം വരുന്നു. ഇത് ഒരു അപകടകരമായ സൂചനയാണല്ലോ. അതിനെ എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്? അതല്ല, അതൊരു സ്റ്റേറ്റ് വൈഡ് പ്രതിഭാസമല്ല. അത് CPM ചില ഇടങ്ങളിൽ എന്നുവെച്ചാൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 1-2 ഇടങ്ങളിലെ അഡ്വാൻറ്റേജിന് മറുപടി പറയേണ്ടത് CPM ആണ് യഥാർത്ഥത്തിൽ. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ സീറ്റിൻ്റെ പുനർനിർണയവും ഇത്തവണ CPM നേതൃത്വം എങ്ങനെയാണ് സീറ്റുകളെ പുനർനിർണയിച്ചത്, വോട്ടുകൾ എവിടെയൊക്കെ ചേർത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധന നിങ്ങൾ നടത്തിക്കും. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട, നിങ്ങൾ നടത്തിക്കും. അവർ ജയിച്ച ഇപ്പോൾ ചാലപ്പുറത്ത് BJP ആണ് ജയിച്ചെന്ന് പറഞ്ഞല്ലേ, കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടെ CPM LDF സ്ഥാനാർത്ഥി എത്രാം സ്ഥാനത്താണ്? അവിടെ അതാണ് സീറ്റിനെ, യെസ്, അവിടെയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിനെ BJPക്ക് വേണ്ടി മുറിച്ചു കൊടുത്തതാണ് CPM. BJPയുടെ സീറ്റ് ഇവിടെ കൂടിയിട്ടാണെങ്കിലും ഇവിടെ UDFനെ പരാജയപ്പെടുത്തിയെന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ CPM ആഗ്രഹിച്ചു എന്നുള്ളതിന്റെ, നിങ്ങൾ ആ സീറ്റ് വെട്ടിമുറിച്ചതിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന്റെ കണക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് 4ാം സ്ഥാനത്തേക്ക് LDF പോകുന്നത് അതിന്റെ കാരണം എന്താ? BJP മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് വിമതനപ്പുറത്തേക്കല്ലല്ലോ. തിരുവനന്തപുരത്തും അതാ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തും നഷ്ടം CPMനാണ്. CPM വരുത്തുന്ന നഷ്ടം അവിടെ BJPക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുണ്ടായത്. ഞങ്ങളവിടെ മെച്ചപ്പെടുത്തുക ചെയ്തത്. ഇപ്പോൾ BJP വിജയത്തിന് ഇപ്പോൾ നേമത്ത് K മുരളീധരൻ പരാജയപ്പെട്ടെങ്കിൽ അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് അദ്ദേഹമാണ്, നമുക്കറിയാം. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ പോലും BJP വളർച്ചയ്ക്ക് ഞങ്ങളൊരു കാരണമായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ BJPക്ക് 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർധനവിൻ്റെ റീസൺ അന്വേഷിച്ചെന്നാലും അതിന് BJP നന്ദി പറയേണ്ടതും ജനങ്ങളോട് മറുപടി പറയേണ്ടതും രണ്ടും CPMനോടായിരിക്കുമെന്നുള്ളതാണ്.